മാംഗോ സാന്തോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതൊരു ജാപ്പനീസ് സാൻഡ്വിച്ചാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് 2 മുട്ട പുഴുങ്ങിയതും ഒരു ബ്രെഡോ അല്ലെങ്കിൽ ബണ്ണാണ് വേണം കേട്ടോ. ജാപ്പനീസുകാരുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അവരുടെ വീഡിയോ കണ്ടണക്ക് ഞാൻ ചെയ്തത് ഐസ് ബാഗിലൊക്കെ മുട്ട പുഴുങ്ങി എടുത്തപ്പോഴത്തേക്കും എൻ്റെ മുട്ട ഫ്ലോപ്പായിപ്പോയി. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ മുട്ട ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തത് ബണ്ണാണ് കേട്ടോ. അത് ജസ്റ്റ് ഞാനൊന്ന് 2 സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പുഴുങ്ങിയ പൊട്ട ഇതുപോലെ ഞാനൊന്ന് പീസ് ചെയ്തെടുത്തിട്ട് മുട്ട വേറെയും, അതായത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേറെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയുടെ വെള്ള ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ കാണുന്നുണ്ടോ മുട്ടയുടെ മഞ്ഞ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആദ്യമേ ഫോർക്ക് വെച്ചിട്ടായിരുന്നു ഞാൻ അരയ്ക്കാൻ നോക്കിയത്. പക്ഷേ പിന്നെ മനസ്സിലായ പരന്ന സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാറ്റിലോ വെച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ജാപ്പനീസ് മയമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. എൻ്റെ കയ്യിൽ ജാപ്പനീസ് മയോ ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ ഫേവറേറ്റ് മയോ ആണ് ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡിലോ ഈ ബണ്ണിലോ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് കഴിച്ചാൽ മതി. വളരെ എളുപ്പമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണേ.